തമിഴകത്തിന്റെ പ്രിയപ്പെട്ട നടനാണ് വിജയ്. വിജയ് അവസാനമായിട്ട് അഭിനയിക്കുന്ന ചിത്രത്തിന്റെ പേര് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ്. ജനനായകൻ എന്നായിരിക്കും വിജയ് ചിത്രത്തിന്റെ പേര്. 69ാമത്തെ ചിത്രമായതുകൊണ്ട് ദളപതി 69 എന്നാകുമെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത്. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ചിത്രത്തിന്റെ പേര് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ പേര് ഞായറാഴ്ച പരസ്യമാക്കുമെന്ന് നിർമ്മാണ കമ്പനിയായിട്ടുള്ള KVN പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ ദിവസം അറിയിച്ചതാണ്. ഇതോടെ വിജയ് ആരാധകർ കാത്തിരിക്കുകയാണ്. ഇന്ന് ജനനായകൻ എന്ന പേരുമായി വിജയ് തന്നെ രംഗത്ത് വന്നത്. ആരാധകരെ പിന്നിലിരുത്തി സെൽഫി എടുക്കുന്ന ഫോട്ടോയാണ് വിജയ് ഇതോടൊപ്പം പങ്കുവച്ചത്. വിജയുടെ അവസാന സിനിമയായിരിക്കും ജനനായകൻ എന്നാണ് കരുതുന്നത്. ഇനി അദ്ദേഹം സമ്പൂർണ്ണമായി രാഷ്ട്രീയക്കാരനായി മാറും. മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിജയ് കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരൊക്കെ നേരത്തെ പറഞ്ഞതാണ്. 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയാണ് വിജയ്. 3 വർഷമായിട്ട് വിജയുടെ രാഷ്ട്രീയ പ്രവേശനമൊക്കെ തമിഴ്നാട്ടിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമാണ്. ആരാധകരുടെ ഒരു കൂട്ടായ്മ വഴി രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം പരിശോധിച്ചു. ആരാധകരെ മത്സരിക്കാൻ അനുവദിക്കുകയും ഒട്ടേറെ സീറ്റുകൾ നേടുകയും ചെയ്തതാണ്. തമിഴ്നാട്ടിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായ സാധ്യതകളുണ്ടെന്ന് വിജയ് തിരിച്ചറിഞ്ഞിരുന്നു. MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK രാഷ്ട്രീയത്തിൽ ഇരിക്കവെയാണ് പ്രതിപക്ഷമായ അണ്ണാ DMK ജയലളിതയുടെ മരണശേഷം ശിഥിലമായതും വിജയ്ക്ക് ഇത് എളുപ്പമാക്കി കൊടുത്തതും. വിജയെ കൂടെ നിർത്താൻ BJP ശ്രമിച്ചതാണ്. എങ്കിലും BJPയും DMKയും ഒരുപോലെ വിമർശിച്ചാണ് വിജയുടെ രംഗപ്രവേശനം. തന്റെ വരുംകാല രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് അവസാനമായ ചിത്രം വിജയ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമയുടെ പേര് നിശ്ചയിച്ചതും ഇക്കാര്യം പരിഗണിച്ച് തന്നെയാണ്. കൂളിംഗ് ഗ്ലാസ് ധരിച്ച് സെൽഫി എടുക്കുന്ന ചിത്രമാണ് ജനനായകന്റെ ടൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വിജയ് പങ്കു